ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീറ്റോ വർക്ക്ഷോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോണത് ഒരു അക്വേറിയം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോ ഒരു PVC പൈപ്പ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മൾ അക്വേറിയത്തിന് വേണ്ടിയിട്ട് ഒരു PVC പൈപ്പ് എടുത്തിട്ടുള്ളത്. ഈ PVC പൈപ്പ് 6 ഇഞ്ചിന്റെ PVC പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകൾ വശത്ത് നമ്മളൊരു മുകൾ ഭാഗം ഒരു 3 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ അവിടെ ഒരു ഡോട്ട് ഇടുക. അതിനുശേഷം അടിഭാഗത്ത് ഒരു 4 സെന്റിമീറ്ററും ഇടുക. അവിടെ ഒരു സ്ക്വയറിൽ നമുക്ക് വരക്കണം. ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ട് അവിടെ സ്ക്വയറിൽ വരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വശം എന്താണ് അടിഭാഗം വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ആണ്. ഈ വശത്ത് നമ്മൾ 3 സെന്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പത്തിനായിട്ട് നമ്മൾ കട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എക്സോബൈഡ് കൊണ്ടൊക്കെ ആകുമ്പോൾ കുറേ റിസ്ക് ആണ്. അപ്പോൾ കട്ടുള്ളവർ എടുക്കുക. പിന്നെ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിൽ വരാതൊക്കെ നോക്കുക. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് വരുതി സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മൾ സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടിവശം നമ്മളെ 4 സെന്റിമീറ്റർ എടുത്ത ഭാഗമാണ് അടിവശമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിവശം നമുക്ക് തെർമാക്കോളിന്റെ പീസ് വെച്ചിട്ട് റൗണ്ടിൽ തെർമാക്കോൾ കട്ട് ചെയ്തിട്ട് ഇവിടെ അടക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഈ തെർമാക്കോളിന്റെ പീസസ് റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ അക്വേറിയത്തിന്റെ ബോഡി വെച്ചിരുന്ന പൈപ്പ് ഒന്ന് അമർത്തി തെർമാക്കോളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടി. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേപ്പർ കട്ടർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കുട്ടികളൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 3 തെർമാക്കോൾ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ തെർമാക്കോളിൻ്റെ പീസസ് എടുത്തിട്ട് ഇതുപോലെ അടിവശത്തേക്ക് നമ്മൾ തള്ളി കൊടുക്കുക. അങ്ങനെ നമുക്ക് 3 പീസ് കയറ്റുന്ന അടിയിൽ മൊത്തം ബാഗിലുണ്ടായി തള്ളി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വെച്ച് കഴിഞ്ഞു. നമുക്ക് അടുത്തത് അതേപോലെ വെച്ച് കൊടുക്കുക. മൂന്നാമത്തതും അതുപോലെ ടൈറ്റാക്കി വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 3 വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് സിലിക്കണിൻ്റെ ട്യൂബ് എടുത്തിട്ടുള്ളത്. സിലിക്കണിൻ്റെ ചെറുതാണ്. അപ്പോൾ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ വശത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഹെയർ ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളും, വെള്ളമൊന്നും പോവില്ല.
അതുപോലെ നമ്മൾ ഇതിന്റെ ബാക്ക് വശത്തും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ഗ്ലാസ് കൊടുക്കാനായിട്ട് നമ്മൾ OSP ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷീറ്റ് ചുരുങ്ങിയ വിലക്കൊക്കെ കടയിൽ നിന്ന് കിട്ടണം. 3 രൂപ അങ്ങനെ എന്തൊക്കെ വരുന്നുള്ളൂ ഷീറ്റ്. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിക്കണം നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ടും ഈ സിലിക്കണിൻ്റെ ഗമ്മിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് പേപ്പർ ഇതിൻ്റെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ശേഷം നമ്മളിവിടെ ഒരു സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തൈ കൊടുക്കാം, ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഗ്ലാസ് വരുന്നതൊക്കെ കറക്റ്റ് അപ്പം തന്നെ എടുത്ത് കളയണം, അല്ലെങ്കിൽ ഗ്ലാസ് കേടന്ന് പോവും. നമ്മൾ ഈ ഒരു വശമാണ് ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ 4 വശം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഗ്ലാസിൻ്റെ ഉൾവശമൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇനി നമുക്ക് ഈ ഗ്യാപ്പ്, വെള്ളം പുറത്തു വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ ഫസ്റ്റ് ഫ്രണ്ട് ഭാഗത്തൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെ നോക്കാം. നമ്മൾ ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ അടിഭാഗത്തൊക്കെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ വരെ ഈ ചെയ്ത പോലെ എല്ലാ ഭാഗത്തും ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളമൊക്കെ ആക്കിയിട്ട് സെറ്റായി വരണമെങ്കിൽ ഒന്നും കൂടിയും പക്ഷെ ഉറപ്പായിട്ട് വരണമെങ്കിൽ നാളെ ആവണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ കയറി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി നാളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അക്യൂറ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ആക്കി നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഭംഗിക്ക് വേണ്ടി കുറച്ച് കല്ലൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളമാക്കാൻ പോവാണ്. അപ്പോൾ ഇനി പണി കിട്ടുമോന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വെള്ളമാക്കി വെക്കാം. അപ്പോൾ നമ്മൾ മീനാക്കാൻ പോവാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.